സോറി ഫോർ ദാറ്റ്. ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ യോസെഫിന്റെ ജീവിതത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में हम लोग यूसुफ का जिंदगी के बारे में सीख के आ रहा था. യോസെഫിനെ ദൈവം എങ്ങനെയാണ് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലീഡറായി വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. और यूसुफ को कैसे परमेश्वर जो है अपने इच्छा के आधार पर एक अगुवा के रूप में जो है बना रहा था, उसके बारे में हम लोग सीख के आ रहा था. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ക്ലൗഡ് ഓഫ് വിറ്റ്നസസിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളും അവർ വെറുതെ ജീവിച്ചു മരിച്ചു എന്നുള്ളതിനേക്കാൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പർപ്പസ്, ഉദ്ദേശം അവർ പൂർത്തീകരിച്ചു എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. और जो है इब्रानी का पत्री 11 अध्याय में हम लोग देखने वाला जो गवाह होगा बड़ा समूह के सारे लोग, वे लोग केवल जो है जीवित रहा और मर गया नहीं, मगर वो लोग अपना जीवन का परमेश्वर का इच्छा को पूरा किया. वो जो है सबसे मुख्य एक बात हम समझना चाहिए. The purpose what God has entrusted in their life. और परमेश्वर उन लोगों का जीवन में जो है दिया गया उद्देश्यों को वे लोग पूरा करने के लिए पूरा कोशिश रहा, केवल जिंदगी नहीं जी रहा था. അത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടതാണ്. ഹനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഹനോക്കിന്റെ ജീവിതത്തിൽ അവൻ വ്യത്യസ്തനാകുവാൻ കാരണം അവന്റെ തലമുറയിലുള്ളവരെല്ലാവരും ജനിച്ചു മരിച്ചു എന്നുള്ള ഒരു സമ്പ്രദായത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ഹനോക്ക് അതിൽ നിന്നും വ്യത്യസ്തനായി ദൈവത്തോടു കൂടെ നടക്കാൻ തീരുമാനിച്ചു. और हम लोग हानोक का जिंदगी से जो है बातों को सीख रहा था कि क्योंकि सारा लोग जो है जीवन मतलब जन्म लिया और आगे को लिखा है कि वो मर गया, लेकिन हानोक जो प्रभु के साथ चलने के लिए प्रयास किया और उस वक्त में हानोक प्रभु के साथ चलने के लिए प्रयास किया. അത് തന്നെയാണ് ആബേലിന്റെ ജീവിതത്തിലും, അത് തന്നെയാണ് നോഹയുടെ ജീവിതത്തിലും, അത് തന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും. അപ്പോൾ ഇവരെല്ലാം വ്യത്യസ്തരാക്കുന്നത് ഇവർ ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിൽ നിൽക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. वो सब जो है आगे वाला जो है अलग अलग लोगों की जिंदगी को देखेगा, जैसे हाबिल का जिंदगी को देखेंगे या जो है आगे वाला अलग अलग लोगों के जीवन को देखेगा तो हमें पता चलेगा वे लोग सब जो है प्रभु का इच्छा पर बने रहने के लिए और प्रभु का इच्छा को पूरा करने के लिए पूरा कोशिश किया हुआ लोग थे. ഇങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് നമ്മൾ യോസെഫിന്റെ ജീവിതത്തിലും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യോസെഫിനെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബൈ ഫെയ്ത്ത് ജോസഫ് when end was near spoke about the exodus of the Israelites from Egypt and gave instructions concerning the burial of his bones. Or can you repeat the reference please? Hebrews 11:22. ओके, तो हम लोग जो इब्रानी का पत्र 11 का 22 में हम लोग इस प्रकार पढ़ते हैं, विश्वास ही से यूसुफ ने जब वो मरने पर था तो इस्राएल की संतान के निकल जाने की चर्चा की और अपनी हड्डियों के विषय में आज्ञा दी. അപ്പോൾ നമ്മളവിടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അവിടെ കാണുന്നു. when his end was near, തന്റെ അവസാനത്തിലേക്ക് താൻ എത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും he was trying to accomplish the purpose of God. തന്റെ മരണത്തിന്റെ അവസാനത്തെ നിമിഷവും ദൈവഹിതമാക്കുവാൻ യോസെഫിന് സാധിച്ചു. അതുകൊണ്ടാണ് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് യോസെഫിന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. और यूसुफ का जिंदगी में यूसुफ जो है परमेश्वर का इच्छा पूरा करने के लिए और प्रभु के साथ चलने के लिए पूरा कोशिश किया, और इसी कारण से वो जो है प्रभु के साथ चलने के कारण से वो जिंदा रहने का वक्त में भी अंत का समय के बारे में और आने वाला दिन में क्या होगा उसके बारे में वो भविष्यवाणी जैसा उन्होंने बात कर रहा हो और बोल रहा है कि मेरा हड्डी भी लेके जाने के विषयों के बारे में. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതിനേക്കാൾ നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോസെഫിന്റെ പഠനത്തെ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫിനിഷ് വെൽ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നല്ല ഒരു പരിസമാപ്തിയിലേക്ക് എത്തുവാനിടയായി തീരണം. और जो है हम लोग कैसे शुरू किया उससे और महत्वपूर्ण
बात यही है कि कैसे हमारा आत्मिक जीवन या भौतिक जीवन अंध करते हैं। तो इसलिए आज का जो है कहना चाहते हैं कि आप जो है शुभ तरीका में आप अंध करना या आप जो है खत्म करना, वो ऐसे एक जो है शीर्षक मैंने आज देना चाहते हैं। ഫിനിഷ് വെൽ എങ്ങനെ നിങ്ങൾ തുടങ്ങി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്? അവന്റെ കാലഘട്ടത്തിന്റെ അവസാന നിമിഷത്തിലും ദൈവഹിതം തിരിച്ചറിയുവാനായിട്ടുള്ള തന്റെ ശേഷി നഷ്ടപ്പെടാത്ത യോസെഫിനായി ഞാൻ ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുന്നു. और हम लोग जो है हमारा आत्मिक जीवन जो है सही तरीके में अंध करना बहुत जरूरी है, क्योंकि यूसुफ का जीवन के बारे में सोचकर मैं प्रभु को धन्यवाद करता हूं, क्योंकि उसका जीवन का अंतिम समय तक जो है परमेश्वर की आवाज को सुनने का जो गुण जो है नष्ट नहीं हुआ, और वो अपना पास जो है वो जो है रहा है। उसके लिए मैं प्रभु को धन्यवाद करता। 2 ആഴ്ച മുൻപ് നമ്മൾ യോസെഫിന്റെ പഠനം ആരംഭിച്ചപ്പോൾ നമ്മൾ കാണുവാനിടയായി തീർന്നു, യോസെഫിനെ ദൈവം വാർത്തെടുക്കുകയായിരുന്നു. കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായ വിഷയങ്ങളിലൂടെ തന്നെ വാർത്തെടുക്കുന്ന യോസെഫിനെ നമ്മൾ കാണുവാനിടയായി തീർന്നു. और 2 सप्ताह पहले हम यूसुफ के बारे में जब चर्चा कर रहा था, तो हम लोग को ये सीखने के लिए अवसर मिला परमेश्वर कैसे यूसुफ को बना रहा है और कैसे यूसुफ को अलग अलग जो है कष्ट से होकर गुजरने दिया, और परमेश्वर का इच्छा के आधार पर, प्रभु के रूप के आधार पर कैसे അങ്ങനെ ആ പ്രയാസങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും തന്റെ ക്യാരക്ടറിന് ഒരു കോംപ്രമൈസും വരുത്താതെ ഒരു പ്രൂവൺ ലീഡറെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണുവാനിടയായത്. He was a proven leader. He was not only a leader was making by God, but he was also proven in all the aspects. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണുവാനിടയായിരുന്നു. और बीते बार हम लोग ये भी देखा कि उन्होंने दिखाया भी, केवल जो है बातचीत करने वाला व्यक्ति नहीं था, मगर वो दिखाया भी कि कैसा एक अच्छा अगुवा है। वो अपना जीवन का अलग अलग क्षेत्र में कैसा कैसा व्यवहार उन्होंने किया है, उसके बारे में बीते बार हम लोग देखा। സെക്ഷൽ ഇമ്മോറാലിറ്റിയോടുള്ള തന്റെ ആ പ്രതികരണം, അതുപോലെ സ്പിരിച്വൽ പ്രൈഡിനോടുള്ള തന്റെ പ്രതികരണം, അതുപോലെ അൺഫോർഗീവ്നെസ്സിനോടുള്ള തന്റെ പ്രതികരണം, ഈ 3 പരീക്ഷകളിലും താൻ വിജയിക്കുവാനായിട്ട് തീർന്നു. He was a proven leader. യോസെഫിനെ കുറിച്ച് നമ്മൾ കണ്ടു. और यूसुफ के बारे में हम लोग ये देखा कि अनैतिकता का विषय में उन्होंने जो है उसको अनैतिकता को सामना किया, आत्मिक घमंड को उन्होंने सामना किया, और लोगों को क्षमा करने का विषय जब आ गया, उसमें भी उन्होंने प्रभु का इच्छा को पूरा किया। ഇന്ന് രാത്രി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് അങ്ങനെ ദൈവത്താൽ പണിയപ്പെട്ട യോസെഫ്, തന്റെ സ്വഭാവ ശുദ്ധിയെ കാത്തു സൂക്ഷിച്ച യോസെഫ്, how he was able to stay in the center of God's will, എങ്ങനെയാണ് ദൈവവുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ താൻ നിന്നിട്ട് അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. How did he finish well, staying in the presence of God or in the center of God's will? और हम लोग आज देखने के लिए जा रहा है कि उन्होंने जो है अलग अलग चीज को, पापों को सामना किया हुआ एक व्यक्ति कैसे उन्होंने प्रभु का जो है इच्छा पर केंद्रित करते हुए, प्रभु का इच्छा पर रहते हुए कैसे अपना जीवन को समाप्त किया, या अपना जिंदगी कैसे समाप्ति की और बढ़ा, उसको हम लोग आज चर्चा करेंगे। Praise the Lord. അത് മാത്രമല്ല, താൻ ഒരു നല്ല ഒരു സാക്ഷ്യമുള്ള ജീവിതം ജീവിച്ചു, കഷ്ടതയുടെ പ്രയാസങ്ങളിലൂടെ താൻ പിടിച്ചു നിന്നു, അതേ സമയവും വേണ്ടി താൻ ജീവിക്കുവാനിടയായി. ഇതിലൂടെയെല്ലാം ദൈവത്തിന്റെ പർപ്പസ് താൻ അക്കംപ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. और परमेश्वर का जो है इच्छा अपना जीवन का अलग अलग वक्त में अलग अलग परीक्षा के द्वारा प्रभु का इच्छा उन्होंने पूरी कर रहा था, वही उनका जिंदगी का सबसे श्रेष्ठ बात है। നമ്മളൊരു കുശവന്റെ കയ്യിലെ ഒരു പാത്രം ഉണ്ടാക്കപ്പെടുന്നത് എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ആ പാത്രം കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കണം. ആ പ്രതികരണത്തിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, കുശവൻ ആഗ്രഹിക്കുന്ന ഒരു ഷേപ്പിൽ കൂടെ വന്നെങ്കിൽ മാത്രമേ അത് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. और हम लोग जो है एक क्या बोलते हैं, एक कुम्हार का हाथ में जो है बर्तन के बारे में हम लोग देखते हैं,
वो मटकन को बनाने से पहले उनको कई प्रक्रिया में होकर जाना पड़ता है, और उस प्रक्रिया में होकर जाएगा तभी जो है वो बर्तन जो है प्रभु का इच्छा के आधार पर बनने वाला एक बर्तन जो है बन जाएगा, नहीं है तो उसको नहीं बन पाएगा। അത് ആ പ്രോസസ്സിൽ പിടിച്ചു നിന്നാൽ മാത്രം പോരാ, ഏതെങ്കിലും ഒരു ഷേപ്പിൽ പുറത്തു വന്നാൽ പോരാ, കുശവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ പുറത്തു വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഷേപ്പിലൊക്കെ വന്നു, ഞാൻ പിടിച്ചു നിന്നല്ലോ ഈ പ്രോസസ് എന്നുള്ളതല്ല അതിന്റെ വിഷയം. പിടിച്ചു നിന്നാൽ മാത്രം പോരാ, ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിൽ വരികയൂടെ വേണം. वो बर्तन जो है अलग अलग प्रक्रिया को उन्होंने सामना किया, वो तो अच्छा बात है, लेकिन उसका जो है रूप जो है अलग हो गया, जो कुम्हार का जो इच्छा से अलग हो गया, उसके बाद जो है उसको नहीं बता सकता है कि हम तो जो है अपना परीक्षा को पार हो गया है और बाहर तो निकल चुका है, लेकिन वैसे उसको नहीं बता सकता है, क्योंकि कुम्हार जो चाहते हैं वही रूप उसको नहीं मिला है। तो हम लोग आत्मिक जीवन में अलग अलग अवस्था में होकर गुजरते हैं, उससे बढ़कर एक और बातों को हम समझना चाहिए, प्रभु का इच्छा के आधार पर हम लोग का जीवन में एक रूप मिल रहा है कि नहीं, वो भी हम सोचने वाला बात है। हालेलुया। പൗലോസപ്പോസ്തലന്റെ ജീവിതം നമ്മൾ കാണുന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യോസേഫ് ഈ പർപ്പസിൽ നിലനിന്നത് എന്നുള്ളതാണ് നമ്മൾ 3 കാര്യങ്ങൾ നോക്കുവാനായിട്ട് പോകുന്നത്. और पौलुस, प्रेरित पौलुस के बारे में हम लोग सुनेंगे, उसके बारे में हम बाद में बताएंगे, लेकिन ये 3 जो इस प्रोसेस को, इस प्रक्रिया को पूरा करने के लिए जो हुआ 3 बातों के बारे में यूसुफ का जिंदगी से मैंने आज ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. യോസേഫിന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ്, പർപ്പസിന്റെ ഫുൾഫിൽമെന്റിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു അനുഭവം യോസേഫ് അവിടെ വിശദീകരിക്കുകയാണ്. 50-20 हम लोग उत्पत्ति की किताब उसका 50 का 20 जो है पढ़िएगा तो पता चलेगा कि उसके अंतिम समय के बारे में सबसे महत्वपूर्ण बात जो है वहां पे लिखा हुआ है, और वहां पे उन्होंने जो है बता रहा है. അവിടെ യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന കാര്യമാണ്, ഇങ്ങനെയാണ് പറയുന്നത്: യു ഇന്റൻഡഡ് ടു ഹാം മീ, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, പക്ഷേ ദൈവമോ, ബട്ട് ഗോഡ് ഇന്റൻഡഡ് ഇറ്റ് ഫോർ ഗുഡ്. ഫോർ വാട്ട്? For my personal purpose, to saving of many lives. In each step we can see there was a purpose of God being fulfilled. Hallelujah. और वहां पे उसका 50 का 20 में यूसुफ इस प्रकार बोल रहा है, यदि तुम लोगों ने मेरे लिए बुराई का विचार किया, परंतु परमेश्वर ने उसी बात में भलाई का विचार किया, जिससे वो ऐसे करे जैसे आज के दिन प्रकट की कि भी बहुत से लोगों के प्राण बचे रहे. देखिएगा कि उनका जीवन में परमेश्वर का इच्छा जो अलग अलग कदम में उन्होंने होकर गुजरा, वो बता रहा है कि प्रभु का इच्छा ही तो मेरा जीवन में पूरा हुआ है. എങ്ങനെയെങ്കിലും ജീവിച്ചു മരിക്കുവാനല്ല യോസേഫ് ഇവിടെ ശ്രമിക്കുന്നത്. ദൈവമേ, ഈ ഓരോ സ്റ്റെപ്പിലും, ഈ ഓരോ നേർന്ന അനുഭവങ്ങളിലും, ഈ ഓരോ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ദൈവം എൻ്റെ മേൽ വെച്ചിട്ടുള്ളതായ പദ്ധതിയെ പൂർത്തീകരിക്കുക ചെയ്തിട്ട് യോസേഫ് തിരിഞ്ഞു നോക്കി പറയുകയാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. और कैसे भी अपना जीवन को खत्म करने के लिए नहीं, मगर ये सब जो है सामना करने के बावजूद भी प्रभु का इच्छा को अपना केंद्र बनाकर और प्रभु का इच्छा के आधार पर पूरी तौर से प्रभु का इच्छा पर जो है चलते हुए उन्होंने जो है अभी पीछे मुड़कर देखकर बोल रहा है कि प्रभु मेरे जीवन के लिए विश्वास योग्य रहा. ഇതിന്റെ ആരംഭം എവിടെ നിന്നാണ്? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് നോക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ ഓർഡർ ഫോർ യു ടു ബി കണക്റ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകണമെങ്കിൽ വി ഷുഡ് നോട്ട് മിസ് ദ ഒബ്വിയസ്, ബട്ട് ഇറ്റ് കുഡ് ബി ഇൻസിഗ്നിഫിക്കന്റ്. വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് തോന്നുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്യരുത്, കാരണം അവിടെയാണ് പദ്ധതിയുടെ ആരംഭം. और इसका शुरुआत कहां से है उसके बारे में मैंने जो है बताएंगे. उससे पहले मैंने बताना
चाहता है, जो चीज हमारे लिए जो है प्राधान्यता नहीं है, जो चीज हमारे लिए जो है फालतू है, या जो चीज हमारे लिए जो है मामूली है, उसको हम लोग इनकार नहीं करना। क्योंकि हम लोग जो सोचेगा मामूली है, उस विषय जो है हो सकता है हमारा शुरुआत का सबसे मुख्य बात हो जाएगा। उसके बारे में हम लोग अभी देखेंगे। Praise the Lord. യോസേഫിന്റെ ജീവിതം നോക്കിക്കേ. Don't miss that obvious step. യോസേഫ് അതിന് പരമ ഉദാഹരണമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യോസേഫ് തന്റെ സ്വപ്നം തന്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 37:12 കാണുന്നത് ഹിസ് ബ്രദേഴ്സ് were jealous of him. അവന്റെ സഹോദരന്മാർ അവനെ ദ്വേഷിക്കുവാൻ തുടങ്ങി. और जो है यूसुफ का जिंदगी का सबसे मुख्य बात हम लोग उसका शुरुआत में ही देख रहा है कि उत्पत्ति के किताब का उसका जिंदगी का शुरुआत के बारे में जहां पे लिखा है, वहां पे इसी प्रकार बता रहा है कि यूसुफ जो है जब आगे बढ़ने लगा और उनका भाई लोग उसको उसको विरोध करने लगा। അപ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാരായിരുന്നു തനിക്കുള്ളത്. എന്നിട്ട് ഒരു ദിവസം ഈ അർത്ഥം ഇവിടെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു ദിവസം അപ്പൻ അവനെ വിളിച്ചിട്ട് പറയുകയാണ്, और वहां का जो है शुरुआत ऐसा ही है, यही तो है उसका शुरुआत का एक पहला भाग है। उसका भाई लोग पूरा उसको विरोध कर रहा है, और एक दिन उसका पिताजी उसको बुलावा कर या उनसे कह रहा है। So 37:12 his brothers were jealous of him, but his father kept the matter in mind. Now his brothers had gone to graze their father's flock near Shechem, and Israel said to Joseph, as you know, your brothers are grazing the flocks near Shechem. Come, I am going to send you to them. Very well, he replied. യോസേഫിനോട് ഇവിടെ അപ്പൻ പറയുകയാണ്, നിന്നെ ദ്വേഷിക്കുന്ന, നിന്നോട് അസൂയ തോന്നുന്ന സഹോദരന്മാർക്ക് അവരെ സെർവ് ചെയ്യുവാൻ ഞാൻ നിന്നെ ഇപ്പോൾ അയക്കുകയാണെന്നാണ് യാക്കോബ് യോസേഫിനോട് പറയുന്നത്. और उसका 12वां पद को हम लोग पढ़े, उसके भाई अपने पिता की भेड़ बकरियों के चराने के लिए शेकेम को गया। तब इस्राएल ने यूसुफ से कहा, तेरे भाई शेकेम ही में भेड़ बकरी चरा रहा होंगे, इसलिए जा, मैं तुझे उनके पास भेजता हूं। उसने उसे कहा, जो आज्ञा में हाजिर हूं। तो यहाँ पे इनका सबसे पहला गुण हम लोग को यहाँ पे दिखता है, उनका विरोध करने वाला भाई लोगों का हालचाल देखने के लिए, उसका जो है सुख को देखने के लिए निकलने के लिए यूसुफ तैयार हो गया। അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമ്മളവിടെ കാണുന്നത്. കാരണം 37-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവന്റെ സ്വപ്നം കേട്ടപ്പോൾ മുതൽ അവനുമായിട്ട് അസൂയ തോന്നുന്ന ആ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോകാൻ തയ്യാറായ യോസേഫിന്റെ മനസ്സാണ് അവന്റെ പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത്. प्रभु का इच्छा का सबसे पहला शुरुआत यही है कि जब अपना सपना को जो सुनाया तो उनको जलन हुआ, भाई लोग बीच में जाने के लिए यूसुफ जो है तैयार हो गया। उनको विरोध करने वाला भाई लोगों का बीच में उन लोगों का हालचाल देखने के लिए जाने के लिए यूसुफ तैयार हो गया। वो जो है परमेश्वर का इच्छा उनका जीवन में पूरी होने का सबसे पहला कदम हुआ। Oh, praise the Lord. When I was reading that, I was asking God, how can he do that? തന്റെ സ്വന്തം സഹോദരന്മാർ അവനെ ജലസിയോടുകൂടി അല്ലെങ്കിൽ അസൂയയോടുകൂടി വീക്ഷിച്ച് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സഹോദരന്മാരുടെ അടുത്തേക്ക് ഭക്ഷണവുമായി പോകുവാൻ തയ്യാറെടുത്ത യോസേഫിന്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ യോസേഫിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവന് വലിയതായ ഒരു പർപ്പസിലേക്ക് കണക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ, आमेन, हालेलुया। और यूसुफ को सबसे बड़ा मुख्य पद में पहुंचने के लिए जो उनका जीवन का ये जो है छोटा जो कदम, वो सबसे जो है नीचे वाला ये कदम जो है सबसे बड़ा एक कारण हुआ। उनको विरोध करने वाला भाई लोगों के पास खाना लेकर पहुंचने के लिए यूसुफ तैयार हुआ। So don't miss that obvious step. ഒരു പക്ഷേ അത് നമ്മുടെ ഇച്ഛയ്ക്കെതിരായിട്ടുള്ളതായ ഒരു സ്റ്റെപ്പ് ആയിരിക്കാം. ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ളതായ ഒരു സ്റ്റെപ്പ് അല്ലായിരിക്കാം. യോസേഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമാറിയ ഒരു കാര്യമാണ് തന്നെ രുടെ അടുത്തേക്ക് ഭക്ഷണവുമായി പോകുവാൻ താൻ തയ്യാറായ അവന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അവനെ യോസേഫാക്കി മാറ്റിയത്. അവനെ ദൈവരാജ്യത്തിന്റെ പദ്ധതിയുമായി കണക്ട് ചെയ്യുവാനിടയായി തീർന്നത്. പിന്നെ അവൻ മന്ത്രിയായി മാറുവാനിടയായി തീർന്നു.
ये सबसे पहला कदम जो है एक मामूली कदम हो सकता है, हमें लगेगा, लेकिन अपना विरोध करने वाला भाइयों का बीच में जाने के लिए यूसुफ जो तैयार हो गया, वो जो है प्रक्रिया या वो जो है निर्णय यूसुफ को एक अच्छा पद में कल पहुंचने के लिए एक सबसे पहला कारण പലപ്പോഴും बन നമ്മുടെ गया। ജീവിതത്തിൽ we are ignorant about this first step. പലപ്പോഴും നമ്മൾ മന്ത്രിയായിരിക്കുന്ന യോസേഫിനെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. മന്ത്രിയായിരിക്കുന്ന യോസേഫിനെ കുറിച്ച് നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, തന്നെ പരിഹസിക്കുന്ന, തന്നെ ദ്വേഷിക്കുന്ന സഹോദരന്മാരുടെ അടുത്തേക്ക് ഒന്നുമില്ലാത്തവനായിട്ട് ഫുഡുമായി അല്ലെങ്കിൽ സെർവ് ചെയ്യുവാൻ പോയ യോസേഫെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് decided to serve the undeserved. Praise the Lord. आमेन। और तो इसको जो है बारे में जब सोचेंगे तो हम लोग जो है हो सकता है यूसुफ के बारे में जब समझेंगे तो हम लोग मंत्री यूसुफ को हो सकता हमें परिचय होगा, लेकिन उससे पहले उनका जीवन में हुआ जो अलग अलग अवस्था के बारे में, कदम के बारे में हम लोग को नहीं मालूम है। कि यहाँ पे एक बात समझना चाहिए, जिनको जो है योग्यता नहीं है यूसुफ का खाना जो है खाने के लिए, यूसुफ खिलाने के लिए, उन लोगों के पास जो है योग्यता नहीं है, तो भी यूसुफ जो है उन लोग को खाना देने के लिए उन लोग के पास पहुंच गया, और वो जो है यूसुफ का जीवन का विजय का सबसे पहला कदम हुआ। Praise the Lord. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, യോസേഫ് അവിടെ പറഞ്ഞു, ഫാദറിനോട് പറയുകയാണെന്ന് വിചാരിക്കുക, ഡാഡ്, ഇത് മാത്രം എന്നോട് പറയരുത്, ഇത് എനിക്ക് ചെയ്യുവാൻ ഞാൻ സ്വപ്നം കണ്ടു പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, എന്നെ വിരോധമായി നോക്കുന്നതായ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകാൻ മാത്രം പറയരുതെന്ന് യോസേഫ് പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന യോസേഫിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുകയില്ലായിരുന്നു എന്ന് ഞാൻ ഇന്ന് രാത്രി കാലം പറയാൻ ആഗ്രഹിക്കുകയാണ്. और आज रात में मैंने ये बताना चाहते हैं, हो सकता है यूसुफ पिताजी से इस प्रकार का जवाब देंगे कि पिताजी, मैं और कहीं भी जा सकता हूं, लेकिन मुझे विरोध करने वाला भाई लोगों के बीच में मैं कभी नहीं जाएंगे। अगर ऐसे बोलता तो कभी भी का जो है इतिहास हम लोग उत्पत्ति के किताब में नहीं पढ़ पाएंगे। എന്തുകൊണ്ടാണ് പലരുടെയും പേരുകൾ നമ്മൾ കാണാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പേരുകൾ ദൈവരാജ്യത്തിന്റെ കിങ്ഡം പർപ്പസിൽ വരാത്തത്? കാരണം പലപ്പോഴും നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് മിസ് ചെയ്തു എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ഇന്ന് രാത്രി കാലം പറയാൻ ആഗ്രഹിക്കുകയാണ്. If we decide to miss the obvious step, center of God's will, और जो है क्यों हम लोग परमेश्वर का इच्छा का पूर्तिकरण में नहीं पहुंच पाते हैं, क्यों हम लोग परमेश्वर का इच्छा को पूरा नहीं कर पाते हैं, या हमारा जो है नाम जो है कहीं नहीं पहुंचते हैं, क्योंकि सबसे पहला कदम जहां पे हम लोग शुरू करना है, उस कदम है हम लोग पीछे हट गया। तो हम लोग ये मत समझिए कि प्रभु का पूरा इच्छा का जो है सबसे मुख्य स्थान में हम लोग पहुंचेंगे, क्योंकि जहां पे हम लोग शुरू करना था वहां से शुरू नहीं किया तो प्रभु का इच्छा का पूर्तिकरण में हम लोग नहीं पहुंच पाएंगे। Oh, praise the Lord. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവസരങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ദൈവം കൊണ്ടെത്തിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്റെ പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തമായ പ്രേരണ ഉണ്ടായിട്ടും സിമ്പിൾ ആണെന്ന് തോന്നുന്ന നീ മിസ് ചെയ്തിട്ട്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് നിനക്ക് എത്തുവാൻ സാധിക്കാതെ പോയ ആരെങ്കിലും ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തോട് പറയാൻ, കർത്താവേ, bring me back to that first obvious step, Lord, which I need to take. और मुझे सुनने वाला भाइयों बहनों, आप में से कोई भी व्यक्ति इस प्रकार जो है परमेश्वर आपका जीवन में दिया हुआ, हो सकता है आप लोग जो एक जगह तक पहुंच गया और आपको अभी नहीं मालूम है पीछे वाला कौन सा जो है कदम को आपने जो है नहीं जो है अपनाया, और आप पीछे जाके देखेगा तो पता चलेगा कई जगह जो है आप मिस कर दिया, या कई परमेश्वर का उद्देश्य को आपने पूरा नहीं किया, और आपने जो है आजकल दुख भोग रहा है। तो पीछे जो है मुड़कर प्रभु से कहिए, प्रभु कदम को नष्ट किया और मुझे माफ कीजिए, और उस पीछे वाला जो कदम जहां पे मैंने नष्ट हुआ था और वहां पे मुझे वापस पहुंचा दीजिए, ताकि वहां से मैं फिर से प्रभु का इच्छा पूरा
करना चाहते ഒരു हैं। പക്ഷേ ഒരു हालेलुया। സഹോദരനോ സഹോദരിക്കോ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സെർവ് ചെയ്യുവാനുള്ള ഒരു അങ്ഷൻ ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇഫ് യു ഹാവ് മിസ്ഡ് ദാറ്റ് ഫസ്റ്റ് ഒബ്വിയസ് സ്റ്റെപ്പ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us to come back to the purpose of God. ഇവിടെ യോസേഫിന്റെ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അവൻ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. ഫാദറോട് പറഞ്ഞു, ഡാഡ്, I will go even though it is difficult for me. हो सकता है प्रार्थना करने के लिए एक आज्ञा दिया होगा, हो सकता है और कुछ छोटा काम करने के लिए प्रभु ने आपसे बताया होगा, हो सकता है परमेश्वर का एक छोटा आज्ञा को मानने के लिए प्रभु आपसे बताया होगा, जिसमें आपने अनाज्ञाकारिता किया, नहीं माना, तो इसलिए परमेश्वर का इच्छा से हम लोग बाहर जा सकता हूं। और अभी देखिए यूसुफ का जीवन को, यूसुफ जो है अपना विरोध करने वाला भाई लोगों का बीच में जाने के लिए पिता का इच्छा को पूरी कर रहा है, उसको विरोध नहीं कर रहा। Praise the Lord. നമുക്കറിയാം, ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നടന്ന വലിയ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മിസ്സാകാവുന്ന ഒരു ഒബ്വിയസ് സ്റ്റെപ്പ് നമ്മൾ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അത് നമുക്ക് और हम लोग जो है मरियम और माँ का जीवन के बारे में हम लोग पढ़ते हैं, और उसका जिंदगी के बारे में हम लोग जो है बाइबल में पढ़ते हैं, जो चमत्कार वगैरह हम लोग देखते हैं। लेकिन उन लोगों का जीवन में जो हुआ एक मिस होने वाला या नष्ट होने वाला एक अवस्था उन लोगों के जीवन में जो हुआ था, उसको भी हम लोग थोड़ा सा देखना चाहते हैं। ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തെന്നറിയാമോ? Jesus and his disciples were on their way. He came to a village where a woman named Martha her home to him. Oh, praise the Lord. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവും ശിഷ്യന്മാരും വഴി പോകയിൽ ബഥാനിയ എന്ന ഗ്രാമത്തിൽ എത്തിയപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുവാൻ മടിക്കുന്ന, അന്നത്തെ സമയത്തിൽ ചെയ്യുവാൻ മടിക്കുന്ന ഒരു കാര്യം ഈ പാവപ്പെട്ട മാർത്ത ചെയ്തു. മാർത്ത യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ഒബ്വിയസ് സ്റ്റെപ്പ് ഒന്ന് മിസ്സായിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. और यहाँ पे जो है मार्था और मरियम का जिंदगी के बारे में देखते हैं। लूका सुसमाचार 10 अध्याय उसका 38वां पद में इस प्रकार पढ़ते हैं, जब वे जा रहे थे तो वो एक गांव में गया और मार्था नामक एक स्त्री ने उसे अपने घर में उतारा। देखिए यहाँ पे देखिएगा कि जाने का जो है यीशु मसीह और अपना जो है लोग जाने के वक्त में मार्था तैयार हुआ कि उन लोगों को अपने घर में बुलाने के लिए। अगर अपने घर में बुलाने का ये जो कदम अगर मार्था मिस किया, अगर उसको जो है चूक हो जाता, तो कभी भी उन लोग का जीवन में एक चमत्कार हम लोग को अपेक्षा नहीं कर सकता। हालेलुया। Praise the Lord. Hallelujah. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇത് വായിച്ചപ്പോൾ കർത്താവ് എത്രയോ ഒബ്വിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ മിസ് ചെയ്തത് കൊണ്ടാണ് ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ പലപ്പോഴും എനിക്ക് സാധിക്കാതെ വന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് കംപ്ലൈന്റ് പറയാറുണ്ട്. You need to do the first obvious step, which was significant at that point of time in their life. അവരുടെ ജീവിതത്തിൽ ഇതൊരു സിമ്പിൾ കാര്യമാണെന്ന് തോന്നുന്ന കാര്യം അവർ ഇഗ്നോർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് പിന്നീട് ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് അവർക്ക് വരുവാൻ സാധിച്ചത്. और वे लोग परमेश्वर का इच्छा का पूर्तिकरण में इसीलिए आया क्योंकि उन लोग का जीवन में सबसे पहला कदम जो वो लोग जो है इनकार करने वाला एक मामूली कदम हो सकता है, वे लोग कभी इनकार नहीं किया, उसको वे लोग जो है महत्वपूर्ण समझकर वे लोग जो है परमेश्वर का इच्छा का सबसे पहला कदम को करने के लिए प्रयास किया। वो करने के कारण वो लोग परमेश्वर का पूरा इच्छा को पूरा करने का एक अवसर उन लोग के जीवन में जो है मिला है। कई बार हमारा जीवन में भी इस प्रकार का अवसर नहीं मिलने का कारण भी यही है कि हम लोग सबसे पहला कदम जो मामूली होगा उसको हम लोग जो है नष्ट करते हैं या चुक हो जाते हैं। ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം വളരെ സെൻസിറ്റീവ് ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിനോട് ദൈവം രാത്രി പറഞ്ഞ ഒരു സിമ്പിൾ സ്റ്റെപ്പ്, നിർജ്ജനമായ ദേശത്തേക്ക് നീ ഷണ്ണന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. और फिलिपोस का जीवन को मैंने आपको समझना चाहिए
इस प्रकार का पवित्र आत्मा का संवेदनशीलता हमारा जीवन में नष्ट नहीं होना चाहिए। अगर फिलिप्पोस को वो नष्ट हो जाता और फिलिप्पोस को जो है बता रहा था कि रेगिस्तान में जाना है, तो वहां पे जो है एक मंत्री जो जा रहा था रथों में उनसे सुसमाचार सुनाना है, वो बातों को अगर फिलिप्पोस इनकार करता तो उस जो है मंत्री का अवस्था क्या हो जाता या उस खोजी का अवस्था क्या हो जाता हमें समझ सकता हूं। അവിടെ ശമരിയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹാപ്പനിങ് പ്ലേസ്, അവിടെയാണ് ഇൻസ്റ്റിങ്ക്റ്റിന് വേണ്ടി, അവിടെയാണ് ദൈവനിയോഗത്തിന് വേണ്ടി നോക്കേണ്ടത്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു സ്ഥലമാണ് ദൈവം ഫിലിപ്പോസിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒബ്വിയസ് സ്റ്റെപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ സ്ഥലത്തായിരിക്കത്തില്ല, അതുകൊണ്ട് മിസ്സാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കുവാൻ, കണക്റ്റഡ് ആകുവാൻ സാധിക്കുകയുള്ളൂ. और वहां पे जो है हमारी बहुत बेदारी हो रहा है, जागृति हो रहा है, लोग प्रभु को विश्वास कर रहा है, लेकिन वहां फिलिप्पोस को प्रभु कह रहा है कि उनको जाना है, रेगिस्तान में जाना है, सुसमाचार सुनाना है। तो मैं कहना का क्या चाहते हैं, हम लोग बहुत संवेदनशीलता के साथ प्रभु के पास रहिएगा, तभी हमें जो है इस प्रकार का अवस्था या इस प्रकार का जो है रास्ता को पता चलेगा। प्रभु का पूरा इच्छा करने के लिए जो हम लोग नष्ट नहीं होने वाला कदम को हमें समझना है, तो प्रभु के करीब हम संवेदनशीलता के साथ रहना है। Praise the Lord. ഇനി ശൗലിലേക്ക് നോക്കിക്കേ. വളരെ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ശൗലിന്റെ ആ രാജാവാകുവാനുള്ള നിയോഗത്തിന്റെ തുടക്കം. എന്താണെന്നറിയാമോ? ശൗലിന്റെ പിതാവായ കീശിന്റെ കഴുതകളെ കാണാതെയായി. കീശ് ശൗലിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, കാണാതെ പോയ കഴുത കുട്ടികളെ തേടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ശൗല് പറഞ്ഞു, പോകാം. शाऊल का जीवन के बारे में देखिएगा तो एक चीज शमूएल 1:3 में जो है इसके बारे में बताया गया है। ओके, 9:3 में जो है इस प्रकार बताया गया है कि शाऊल जो है राजा बनने के लिए परमेश्वर जो उसको नियुक्त करने से पहले उनका पिताजी का जो है गड्ढा खो गया था, और गड्ढा को ढूंढने के लिए जाने के लिए उनका पिताजी कीश ने जो उनसे बताया, अगर जो है शाऊल उसके लिए तैयार नहीं होता तो कभी भी परमेश्वर का इच्छा, जो राजा बनने का इच्छा उनका जीवन में पूरी नहीं होता। उन्होंने पिताजी की आज्ञा के आधार पर अपना गड्ढे को खोजने के लिए वहां से जो है निकल गया। ശൗലിനെ കുറിച്ച് ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ തുടക്കം എവിടെ നിന്നറിയാമോ? താൽക്കാലികമായി ആരും ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു പണിയിൽ നിന്നാണ് ശൗലിന്റെ തുടക്കം. അപ്പന്റെ കഴുതക്കുട്ടികളെ തേടിപ്പോകുന്ന ശൗലിന്റെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചു. ഡോണ്ട് മിസ് ദ ഒബ്വിയസ് സ്റ്റെപ്പ്. तो शाऊल का शुरुआत कहां से था कि देखेगा पिताजी का जो है गड्ढे को ढूंढने के लिए जाने वाला एक शाऊल, आने वाला सबसे पहला कदम जो मामूली हो सकता है लेकिन उसको कभी नष्ट नहीं होना, उसको पूरने के लिए हम जो है संवेदनशीलता के साथ प्रभु के पास रहना। അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഹിതം ഈ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ we should not miss the obvious steps. പരിശുദ്ധാത്മാവിന്റെ ചില വിസ്പറുകൾ, ദൈവാത്മാവിന്റെ ചിലതായ നിർദ്ദേശങ്ങൾ നമുക്ക് നഷ്ടപ്പെടുവാനിടയായി തീരരുത്. അവിടെ നിന്നാണ് തുടക്കം. അതൊരു പക്ഷെ സിമ്പിൾ ആണെന്ന് തോന്നിയേക്കാം, പക്ഷെ അതിൽ നമ്മൾ അനുസരണമുള്ളവനായി തീരുന്നെങ്കിൽ ദൈവം നമ്മെ സ്ലോലി ആ വലിയ പർപ്പസിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. और परमेश्वर जो है अपना इच्छा का पूर्तिकरण में हमें तब आगे बढ़ाएंगे जब हम लोग जो है जो चीज हमारे लिए मामूली लगता है, पवित्र आत्मा को है जो बहुत जो है कम आवाज का शब्द को भी हम लोग सुनने के लिए जब तैयार रहेगा, और पवित्र आत्मा का जो है उस आवाज के आधार पर हमारा जीवन को चलाने के लिए हम लोग तैयार रहेगा, तभी हम जो है परमेश्वर का इच्छा का पूर्तिकरण में हम पहुंच पाएंगे। Praise the Lord. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് don't miss the obvious steps. Number 2,
അത് മിസ്സാകാതിരുന്നാൽ മാത്രം പോരാ. വി നീഡ് ടു സ്റ്റേ ദ കോഴ്സ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകണം. അതാണ് യോസേഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. यूसुफ जो है हमें ये सिखाते हैं, सबसे पहला यही है कि ईश्वर के साथ जो संबंध जो है उसमें एक कंसिस्टेंसी और उसमें जो है क्या बोलते हैं एक लगातार जो है एक संबंध हम लोग बनाकर रख के जो है जाना चाहिए, तभी हम परमेश्वर का इच्छा को हम पूरी कर सकता. യോസേഫിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, അവിടെയെല്ലാം he was staying the course. അവൻ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പർപ്പസിന്റെ സെന്ററിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അല്ലാതെ അതൊരു വൺ ടൈം ഇവന്റ് ആയിരുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവത്തിന്റെ പർപ്പസിൽ തന്നെ യാത്ര ചെയ്ത और यूसुफ के बारे में पढ़ेगा तो एक चीज पता चलेगा, निरंतर उन्होंने जो है परमेश्वर का इच्छा पर ही चलने के लिए प्रयास किया हुआ एक व्यक्ति था, कि एक बार हुआ इसके बाद जो है प्रभु का इच्छा से बाहर गया, वैसा नहीं था कि उनका जिंदगी का पूरी जो है चाल में निरंतर वो प्रभु का इच्छा को ढूंढ कर उसी रास्ता पर चलने के लिए उन्होंने प्रयास किया. हालेलुया. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 39:3 ഇങ്ങനെയാണ് കാണുന്നത്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ and the Lord gave him success in everything he did. നമ്മളവിടെ കാണുകയാണ്, യഹോവ ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന് പൊത്തിഫേറിന് മനസ്സിലായി. और हम लोग जो है उस 39 पद में उत्पत्ति का पुस्तक 39 अध्याय में पढ़ते हैं कि उसका मालिक को पता चला कि प्रभु उसके संग रहते हैं, या प्रभु की उपस्थिति उनके साथ रहते हैं. Praise the Lord. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ തുടർമല്ല, ഈവൻ ദോ വി ഡിഡ്ന്റ് മിസ് ദ ഒബ്വിയസ് സ്റ്റെപ്പ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് മാറണം. ഏത് സാഹചര്യത്തിലും ദൈവഹിതമാണ് നമ്മൾ ആദ്യമായിട്ട് ആരായേണ്ടത്. ലോർഡ്, വൈ ഐ ആം ഗോയിങ് ത്രൂ ദിസ്? ഇതിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. और हम लोग सबसे पहले जो है प्रभु से पूछने वाला सवाल ही है कि जब हम लोग कहीं ना कहीं परेशानी से होकर जब गुजरने के वक्त में, कि प्रभु क्यों मुझे इस परेशानी से होकर गुजरने आप दे रहा है, कि इसमें मेरे जीवन में प्रभु के साथ संगति करने का निरंतर प्रभु का संगति में रहने वाला एक व्यक्ति से ही प्रभु अपना इच्छा को पूरी कर सकता है. हालेलुया. 39:21 വായിച്ചേ. While Joseph was in the prison, the Lord was with him. Oh, praise the Lord. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ആ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമല്ല, കാരാഗ്രഹത്തിലും കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളുന്ന യോസേഫിനെ നമ്മൾ ഇവിടെ കാണുകയാണ്. Praise the Lord. और उसको उत्पत्ति का किताब उसको 39:21 में इस प्रकार पढ़ते हैं, जब यूसुफ बंदी गृह में रहा, वहां पे लिखा है यूसुफ के संग यहोवा यूसुफ के संग रहा. तो केवल पुतिफर का घर में नहीं, उसका कैदी बनकर जो है उन्होंने अपना बंदी गृह में डालने के बावजूद परमेश्वर को उपस्थिति उसको उनको छोड़ा नहीं, प्रभु उनके संग रहा. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഓട്ടം ഓടി തുടങ്ങി. നമ്മൾ അത് കാണുന്നുണ്ട്. എന്നാൽ ഓരോ ദിവസവും ഞാൻ ഇതിനെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ഞാനും നേടാമോ എന്ന് വെച്ച് ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഐ ആം പ്രസ്സിംഗ് ടുവേർഡ്സ് ദ ഗോൾ. അതൊരു കണ്ടിന്യൂസ് ടെൻസിലാണ് പൗലോസ് അവിടെ പറയുന്നത്. അല്ലാതെ ഒരിക്കൽ ചെയ്തിട്ട് പിന്നെ അടുത്ത വർഷമല്ല, എല്ലാ ദിവസവും അതിലേക്കുള്ള ഒരു യാത്രയായിട്ട് ഞാൻ അതിനെ കാണുകയാണെന്ന് പൗലോസ് പറയുകയാണ്. पौलुस जो है बता रहा है फिलिपियों के पत्र में कि मैंने जो है दौड़ जो है आरंभ हुआ है, और उस दौड़ जो है एक ही बार किया है करके नहीं बता रहा है. मेरा दौड़ जो है दौड़ते में जा रहा है, वो निरंतर जो है होते रहने वाला एक कार्यक्रम है. और प्रभु का जो है पहचान को समझने के लिए, प्रभु का ज्ञान को समझने के लिए मैं जो है दौड़ते रह रहा है, और उसमें एक निरंतरता हमें पाया जा सकता है. ഇന്നലെ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിച്ചു. ഇന്ന് മറ്റൊരു വ്യക്തിയുടെ ഹിതത്തിൽ ജീവിക്കുവാൻ അല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. It is a 365 days 24/7 day night business.
और कल हम लोग परमेश्वर का इच्छा पर जो है रहा, और आज जो है दूसरा कोई व्यक्ति का इच्छा पर रहने के लिए नहीं है प्रभु चाहते हैं। प्रभु जो है उसको 365 दिन में 24 घंटा ही हम लोग प्रभु का इच्छा पर ही चलने के लिए प्रभु चाहते हैं और पसंद करते हैं। സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല, ഞാൻ എപ്പോഴും ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയാലും ദൈവഹിതത്തിന്റെ നടുവിൽ, ദൈവഹിതത്തിന്റെ മധ്യത്തിൽ തന്നെ ഞാൻ യാത്ര ചെയ്യും. അതാണ് യോസേഫിന്റെ തീരുമാനമായിരുന്നത്, അതാണ് പൗലോസിന്റെ തീരുമാനമായിരുന്നത്. और जो है जो क्या बोलते हैं कि जो उनका जो है अलग अलग अवस्था जो उनका जीवन में जो होते हैं, परिस्थिति जो उनका जीवन में होते हैं, उसके आधार पर बदलने वाला एक आदत नहीं था, मगर कोई भी अवस्था प्रभु का इच्छा को ही मैंने पूरा करेंगे, वही हम यूसुफ का जीवन से देखते हैं और वही हम पौलुस का जिंदगी से देखते हैं। യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവിടെയെല്ലാം ഒരു കൺസിസ്റ്റൻസി നമ്മൾ കാണുകയാണ്. മരണം, ജനനം മുതൽ മരണം വരെയും പിതാവായ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാതെ നിന്ന് നമുക്ക് വേണ്ടി രക്ഷണ്യ പ്രവർത്തനം പൂർത്തീകരിച്ച യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. और हमारा जो है नमूना जो यीशु मसीह है, और उनका जीवन के बारे में देखिएगा तो पता चलेगा, बाइबल में लिखा है कि प्रभु का जो है वजन के आधार पर उनका जन्म हुआ, प्रभु के वजन के आधार पर उनका बढ़ोतरी, का इच्छा के आधार पर उनका जो है सेवकाई शुरू हुआ, प्रभु की इच्छा के आधार पर उनका मृत्यु हुआ, प्रभु की इच्छा के आधार पर या वजन के आधार पर उसको गाड़ा गया, और कभी भी पिता परमेश्वर का इच्छा से एक भी जो है आगे पीछे होने के लिए प्रभु यीशु मसीह नहीं सोचा, और पूरी जीवन में यीशु मसीह पिता परमेश्वर का इच्छा को पूरा किया। യേശുക്രിസ്തുവിന്റെ ജീവിത ശൈലി നമ്മൾ പരിശോധിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്ന് പിതാവുമായി സംസാരിക്കുന്നു. അടുത്ത ദിവസത്തെ അജണ്ട ദൈവഹിതപ്രകാരം, പിതാവിന്റെ ഹിതപ്രകാരം ഫ്രെയിം ചെയ്യുന്ന ാണ് നമ്മൾ കാണുന്നത്. രാത്രിയിൽ അവൻ മലമുകളിൽ പ്രാർത്ഥിപ്പാൻ കയറി പോകുന്നതിന്റെ കാരണം, ദൈവമേ നാളെ, പിതാവേ നാളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കുവാനായിട്ടുള്ള ഒരു 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 അവിടെ പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ അവിടെ കാണുകയാണ്. ഈസ് റിസീവിംഗ് ഫ്രം ദ ഫാദർ. और जो है यीशु मसीह के जीवन हम लोग ये भी देखते हैं कि पूरा रात जागते रहते हुए प्रार्थना कर रहा है, और पिता का जो इच्छा जो है क्या है समझने के लिए पूरा रात वो प्रार्थना करते रह रहा है, और पूरा रात में प्रार्थना जो है करके पिताजी से जो चीज जो है उनको मिलता है उसको सवेरे जो है पूरा करने के लिए, उसको सवेरे जो है पूर्तिकरण करने के लिए प्रयास करने वाला एक यीशु को हम लोग सुसमाचार में पढ़ते हैं। നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്ലാൻ, ഇതിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകരുത്. ഒരു ദിവസം മാത്രം പ്ലാൻ നോക്കിയാൽ പോരാ. ഓരോ സ്റ്റെപ്പിലും, വീട് പണിയുടെ ഓരോ സ്റ്റെപ്പിലും ഈ പ്ലാനുമായിട്ടുള്ള ആ ബന്ധത്തിൽ, സ്പെസിഫിക്കേഷനിൽ അല്ലെങ്കിൽ വീട് മറ്റൊന്നായി മാറും. और हम लोग जो है घर बनाने से पहले एक नमूना या एक जो है एक जो उसके बारे में जो है एक नमूना हम लोग बनाते हैं। नमूना इसीलिए बनाते हैं कि हर एक दिन जो है घर जो है बनाने के वक्त में हमें उससे तुलना करके देखना चाहिए कि जो चीज हम लोग नक्शा जो बनाया है उसी आधार पर हम लोग मकान बना रहा है या नहीं, और उसी आधार पर ही हम लोग नक्शा के आधार पर ही हम लोग मकान बनाने के लिए प्रयास करना है। ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പണിതില്ലെങ്കിൽ ആ വീട് ഉപയോഗശൂന്യമായി മാറുവാൻ സാധ്യതയുണ്ട്, പർപ്പസ്ലെസ് ആയി മാറുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഓരോ ദിവസത്തെ നമ്മുടെ സ്റ്റെപ്പുകളും, ഓരോ ദിവസവും നമ്മൾ സംസാരിക്കുന്നതും, ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതും ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനനുസരിച്ചല്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുവാൻ സാധ്യതയുണ്ടെന്ന് में मैंने जो है आपको बताना चाहते हैं, अगर हमारा जिंदगी जो है प्रभु का मास्टर प्लान के आधार पर परमेश्वर जो है योजना बनाया, जो योजना के आधार पर नहीं चलेगा तो उसी में जो है हमारा जो है जीवन फालतू
फालतू हो सकता है। जैसे एक मकान जो बनाने से पहले उसका नक्शा को देखकर अगर नहीं बनाएगा तो मकान फालतू हो जाएंगे, उस प्रकार हमारा जीवन भी फालतू हो सकता। Oh, praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ, not only that I don't miss the first obvious step. Let me able to stay the course. കർത്താവേ, കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ മുന്നോട്ട് പോകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. तो इसलिए आज रात में हम लोग प्रार्थना करें कि प्रभु केवल जो है आपका पहला कदम को जो है चुकने का, जो है नष्ट होने का बात नहीं, मगर हमारा हर एक जो है समय में आपका इच्छा पर ही चलने के लिए प्रभु मुझे मदद करे। യോസേഫിന്റെ ജീവിതത്തിൽ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. यूसुफ का जिंदगी का आखिरी भाग में हम लोग पहुंच रहा। Not only that, he didn't miss the obvious step, which is very insignificant. Number 2, he stayed the course. Number 3, he finished well. Hallelujah. और जो है हम लोग पहला चीज देखते हैं कि यूसुफ परमेश्वर का पहला कदम को जो है नष्ट नहीं किया, छुका नहीं, और दूसरा जो है बात परमेश्वर का इच्छा को निरंतर उनका जीवन में जो है चलते रहा, और तीसरा वो उनका अंत जो है समाप्ति जो है बहुत अच्छा एक समाप्ति था। Praise the Lord. അതാണ് എബ്രായ ലേഖനം 11:21 നമ്മൾ കണ്ടത്. When his end was near, അവസാനത്തേക്ക് വന്നപ്പോഴും ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഒരു സംതൃപ്തിയോടെ ജീവൻ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്നതായ യോസേഫിനെ നമ്മളിവിടെ കാണുകയാണ്. और हम लोग जो है इब्रानी का पत्र 11:21 में जो है वही हम लोग पढ़ा है कि जो है परमेश्वर का इच्छा पर निरंतर जो है रहने के बाद भी वो जो है एक अच्छा अंत जो है विश्वास के साथ अच्छा अंत देने, अच्छा विश्वास के साथ जो है उनका अंतिम परमेश्वर का इच्छा के बारे में बोलने वाला एक यूसुफ। അതാണ് നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, I started well, I am staying on the course. പക്ഷേ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഫിനിഷ് ചെയ്യുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. उत्पत्ति के खिलाफ उसका 50 अध्याय में हमारा ध्यान को केंद्रित करें, और उसमें हम लोग ये भी प्रार्थना करें, प्रभु हम कैसे चल रहा है, हो सकता है आपका इच्छा पर हम चल रहा होगा, लेकिन मेरा अंत में भी आपका इच्छा के आधार पर ही होने के लिए, अंत तक विश्वासी रहने के लिए प्रभु मुझे सहायता करे। യോസേഫിന്റെ വാക്കുകളെ ശ്രദ്ധിക്കൂ. യോസേഫ് പറയുകയാണ്, then he said to his brothers, I am about to die, but God will surely come to your aid and take you out of this land to the land he promised on the oath of Isaac and Jacob. Wow. Praise the Lord. നിങ്ങൾ നോക്കിക്കേ, യോസേഫ് പറയുകയാണ്, ഞാൻ മരിക്കാനായിട്ട് പോകുകയാണ്, എന്നാൽ ഇത് നിങ്ങളുടെ അവസാനമല്ല, ഇതൊരു വാഗ്ദത്ത പൂർത്തീകരണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയുള്ളൂ. എന്റെ പിതാവായ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ഒരു വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുവാൻ അവൻ സന്ദർശിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്ന് പ്രാവചനികമായി പറയുവാൻ യോസേഫിനെ ദൈവം അന്ത്യകാലത്ത് സാധിപ്പിച്ചു. और उसका 24 पद 50 का 24 पद में जो है यूसुफ कह रहा है, यूसुफ ने अपने भाइयों से कहा, मैं तो मरने पर हूं, परंतु परमेश्वर निश्चय तुम्हारी सुधि लेंगे और तुम्हें इस देश से निकाल कर उस देश में पहुंचा देंगे जिसके देने की उसे अब्राहम, इसहाक और याकूब से शबत खाई दी। फिर यूसुफ ने इस्राएलियों से कहा करके परमेश्वर निश्चय तुम्हारी सुधि लेंगे, उनको इस विषय की शबत खिलाई कि हम तेरी हड्डियों को यहां से उस देश में ले जाएंगे। देखिएगा, यूसुफ का अंतिम समय में भी परमेश्वर का आगे का इच्छा क्या है इस्राएलियों के बारे में, इस्राएलियों के बारे में परमेश्वर का जो है पूरा योजना क्या है, वो भी बोलने के लिए यूसुफ जो उस वक्त में तैयार हुआ। താൻ ജീവിച്ചവസാനിപ്പിക്കുന്ന ഈ സന്ദർഭമല്ല ഏറ്റവും ഉദാത്തമായത്, അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളതായ വാഗ്ദത്ത നിവൃത്തിയുടെ അന്ത്യം കാണുവാൻ ദൈവം യോസേഫിന്റെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. എവിടെ? അവന്റെ മരണത്തിന്റെ അടുത്ത ദിവസം വരെ, when he was about to die. Hallelujah. അതാണ് ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. एक भक्त का अच्छा जिंदगी तक जो है
आप लोग यहाँ पे जीकर मरने के लिए आया है करके यूसुफ नहीं बोल रहा है, मगर यूसुफ मरने के पहले भी यूसुफ का आत्मिक जीवन में प्रकाशन चल रहा था। परमेश्वर की आत्मा का प्रकाशन होने के कारण यूसुफ वहां पे जो हम लोग को बता रहा है कि तुम लोग यहाँ पर रहने वाला नहीं है, तुम लोग यहाँ से एक दिन निकल जाने वाला लोग है। നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ രാജാവായിരുന്ന ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഹിസ്കിയാവ് മരിക്കുന്നതിന് മുൻപ് ബാബിലോൺ പ്രവാസത്തെ കുറിച്ച് യെശയ്യാവ് എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓ, അത് അടുത്ത് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ കാലത്ത് സമാധാനം ഉണ്ടല്ലോ. और जो है हिजकिय्याह का जिंदगी के बारे में आप लोग पढ़ते हैं कि जब भविष्यवक्ता ने आके उनको बोला कि बाबिलोन का राजा आके अगला पीढ़ी में जो है इसराइलियों को आक्रमण करेंगे, कब्जा करेंगे, जब बोला तो हिजकिय्याह ने एक चीज बोला, ठीक है, तो अगला पीढ़ी में जो कुछ होना है होने दीजिए, मेरा पीढ़ी में तो कुछ नहीं होगा। यही जो है उनका सोच, वही उसी शांति में उन्होंने रहा। യോസേഫിന്റെ ദീർഘദൃഷ്ടിയും ഹിസ്കിയാവിന്റെ ഹ്രസ്വദൃഷ്ടിയും നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ്? ഹിസ്കിയാവ് പറയുകയാണ് എന്റെ കാലഘട്ടം അങ്ങ് സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതി. പക്ഷെ യോസേഫ് പറയുകയാണ് എന്റെ കാലഘട്ടത്തെക്കാൾ വലിയതായ ഒരു വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണെന്നുള്ള ദീർഘവീക്ഷണത്തിൽ മരിക്കുവാൻ സാധിച്ച യോസേഫിനായി ഞാൻ രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുന്നു. आप लोग समझ लीजिएगा कि हिजकिय्याह का जो है निकट दृष्टि और यूसुफ का जो है लंबी दृष्टि को आप लोग समझ लीजिए कि यूसुफ जो है आगे को देखकर कह रहा है कि जो है आप लोग यहाँ से निकल जाने वाला लोग है, लेकिन हिजकिय्याह जो है अपना जीवन के बारे में ही केवल सोचने वाला, अपना जो है जिंदगी तक सोचने वाला एक व्यक्ति रहा। और ये यूसुफ के बारे में सोचकर मैं प्रभु को धन्यवाद करता हूँ। कैन यू रिपीट प्लीज? ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവും ഒന്ന് തൊട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. 2 തിമോഥെയോസ് 4:6-7 വാക്യത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, I have fought the good fight, I have finished the race, I have kept the faith. और पौलुस का जीवन को भी एक बार स्पर्श करके मैं यहाँ पे समाप्त करना चाहता हूँ कि 2 तिमोथी उसका 14 अध्याय में पौलुस जो है इस प्रकार जो है तिमोथी को बोल रहा है कि मेरा जो है जो मरने का समय जो है हो सकता है जो है मैंने निकट आ गया है, लेकिन मैंने एक अच्छा कुश्ती लड़ा है, मैंने परमेश्वर का इच्छा को पूरा किया है। 3 കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. 3 കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും ഓട്ടമോടി തികച്ചതല്ല, ഞാൻ ഓട്ടമോടി വിശ്വാസം കാത്തു, അത് മാത്രമല്ല ഞാൻ നല്ല പോർ പൊരുതു. ഒരു 3 dimensional ആയിട്ടുള്ള ഒരു पिक्चराണ് पौलुस അവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. पौलुस जो है जिंदगी का 3 भाग का एक सचित्र जो माने एक तस्वीर हमें जो है वहां पे दिखा रहा है कि पौलुस केवल ये नहीं बोल रहा है मैंने अपनी दौड़ जो है अच्छा से किया, मैंने विश्वास का रखवाली किया, केवल वो नहीं बोल रहा है। पौलुस एक और चीज बोल रहा है, मेरा कुश्ती भी मैंने क्या किया, बहुत अच्छा से लड़ा। जो जिंदगी का 3 जो है भाग में ही मेरा जो है आत्मिक जीवन सही रहा, ये बात पौलुस जो है आखिरी में बता रहा। നമ്മൾ ഈ നാരങ്ങ സ്പൂണിൽ വെച്ചിട്ടുള്ള ഓട്ടം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ സ്പീഡ് മാത്രമല്ല മാറ്റർ, ഈ നാരങ്ങ ഈ സ്പൂണിൽ നിന്ന് വീഴാതിരിക്കണം എന്ന് പറഞ്ഞതുപോലെ പൗലോസ് പറയുകയാണ്, എങ്ങനെയെങ്കിലും ഓടിത്തീർത്താൽ പോരാ, കയ്യിൽ ഒരു വാള് വേണം. അത് മാത്രമല്ല വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇവിടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന ദൃഢപ്രതിജ്ഞ, അത് മാത്രമല്ല മുന്നോട്ടുള്ള കുതിപ്പ്, ഈ 3ഉം ഒരുപോലെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. पौलुस बोल रहा है कि केवल जो है आगे दौड़ने के विषयों के बारे में नहीं बोल रहा है, मगर पौलुस बोल रहा है कि उस दौड़ में मैं एक तलवार को लेके दौड़ रहा है, क्योंकि वहां पे जो है मल्लयुद्ध करने का एक बात है, केवल वो मल्लयुद्ध नहीं, मेरा दौड़ जो है पूरी करने। Can you repeat? Can you repeat? പൗലോസ് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാരങ്ങ സ്പൂണിൽ വെച്ച് ഓടുമ്പോൾ നാരങ്ങ സ്പൂണിൽ നിന്ന് വീഴാതിരിക്കണം, ഒന്നാമത് എത്തുകയും വേണം എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം, ടെസ്റ്റിമണിയെ കാത്തു സൂക്ഷിക്കണം. അത് മാത്രം പോരാ മുന്നോട്ട് ഓടണം. ഈ 3 കാര്യങ്ങൾ ഒരുപോലെ ചെയ്യണം.
और जो है मैंने एक उदाहरण आपको बताना चाहता है, एक खेल होते हैं जिसमें बच्चे लोग जो है कि चम्मच में नींबू रख के जो है दौड़ने वाला एक खेल होते हैं। उसमें जितना पहले पहुंचने का दौड़ जो है केवल करने से काम नहीं चलेगा, वो दौड़ने वाला व्यक्ति ये भी ध्यान करना चाहिए कि उनके जो पास जो चम्मच है उस चम्मच में जो नींबू रखा है वो नींबू नीचे नहीं गिरना चाहिए। तो इस प्रकार आत्मिक जीवन में हम लोग केवल एक दौड़ना नहीं है, मगर उसका बीच में हम लोग जो है क्या बोलते हैं मल्लयुद्ध करके दौड़ना पड़ेगा, और उस मल्लयुद्ध जो है विश्वास योग्यता के साथ भी हमें करना पड़ेगा। Oh, praise the Lord. ഇത് മൂന്നും ഒരുപോലെ പറ്റത്തില്ല. അത് ഞാൻ വിശ്വാസവും കാത്തു ഞാൻ തോറ്റുപോയി, ഇതും പറ്റത്തില്ല. നമ്മൾ മൂന്നും ഒരുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ഞാൻ എന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, इनी नीतिയുടെ കിരീടം എനിക്ക്। तो हम लोग तीनों को जो है बराबर लेकर जाना जो है बहुत जरूरी है। ये नहीं बता सकता है कि ठीक है हम अच्छा दौड़ा है लेकिन मेरा विश्वास खो गया है, वैसे नहीं बता सकता है। और या मेरा विश्वास जो है अच्छा है लेकिन मेरा दौड़ पूरा नहीं कर पाया, और ये दोनों अच्छा हुआ लेकिन कुश्ती नहीं लड़ पाया। नहीं, तीनों जो है बहुत हिम्मत के साथ हम लोग करके तभी हमें ये बता सकता है कि मेरा जो है जिंदगी समाप्ति की ओर से बढ़ रहा है, मैंने अच्छा कुश्ती लड़ा, मेरा दौड़ पूरा हो गया और मैं विश्वास योग्यता के साथ रहा, हमें जो है बता सकता। തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, നീ നിന്റെ ഓട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇതിലൊന്നും നീ നഷ്ടപ്പെടുത്തരുത്. വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നാമതെത്തിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാത്രമല്ല നിനക്കും ഒരു കിരീടം ദൈവം വെച്ചിട്ടുണ്ടെന്ന് നീ മറക്കരുത്. पौलुस जो है तिमोथी को याद दिला रहा है, तिमोथी मैं जो है इस प्रकार के दौड़ने के कारण मेरे लिए एक मुकुट रखा है। अगर तिमोथी तुम भी ये तीनों को लेकर दौड़ेगा तभी तुम्हारे लिए भी एक मुकुट मिल जाएगा। हालेलुया। ഞാൻ അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭൂമിയിലെ ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട് താൻ കാൽവറിയിൽ പറയുന്ന ആ വാചകം, ആഫ്റ്റർ ദിസ് ജീസസ് നോയിങ് ദാറ്റ് all things were now accomplished. I want you to write it down. Not few things, all things. ഇങ്ങനെ സകലവും നിവൃത്തിയായി എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. That the scripture might be fulfilled. He told, I thirst. എനിക്ക് ദാഹിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി പൂർത്തീകരിക്കാനുള്ളത് ഓർത്ത നമ്മുടെ കർത്താവിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടെ പൂർത്തീകരിക്കുവാൻ അവിടെ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. और जो है यीशु मसीह का जीवन को देखिएगा, उसका मृत्यु का समय में 28 में लिखा हुआ है, 19 का 28 में, यूहन्ना सुसमाचार 19 का 28 में आप वहां पे लिखा है, इसके बाद यीशु है, इसलिए कि पवित्र शास्त्र में जो कहा गया वो पूरा हो कहा, मैं प्यासा हूं। सब कुछ खत्म, सब कुछ यीशु मसीह पूरा कर दिया, लेकिन पवित्र शास्त्र का एक और शब्द को भी, एक और वचन को भी पूरा करने के लिए यीशु मसीह वहां पे कह रहा है कि मैं प्यासा हूं। हालेलुया, हालेलुया। 30-ാം വാക്യം. So when Jesus has received the sour wine, he said, it is finished. हालेलुया। और उसका 29 पद भी जो है देख से भरा हुआ एक बर्तन रखा था, उन्होंने सिर के भिगोए हुए स्पॉन्ज में जूफे पर रखकर अपने मुंह पर लगाया। अब यीशु ने इस सिर का लिया, तेरे तो कहा पूरा हुआ, और सिर झुकाकर प्राण त्याग दिया। എന്താണ് ഫിനിഷ് ചെയ്തത്? ജീവിതം അവസാനിപ്പിച്ച കാര്യമല്ല അവിടെ പറയുന്നത്. അയ്യോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിതം അവസാനിപ്പിച്ച കാര്യമല്ല. എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള എല്ലാ പർപ്പസും പൂർത്തീകരിച്ചു. അതാണ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഞാൻ ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു പൂർത്തീകരണമല്ല, മുഴുവൻ പൂർത്തീകരിച്ച യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് നിവൃത്തിയായി, ഇത് നിവൃത്തിയായി. ഹല്ലേലൂയ.
और सब कुछ पूरा करने के बाद जो है केवल जो है एक जीवन जी के जो मरा हुआ यीशु नहीं है हम लोग जो पढ़ते हैं, मगर ये पिताजी का पूरा इच्छा को पूर्ति करके यीशु मसीह बोल रहा है अभी जो है मेरा प्राण निकलने वाला है, मैं सब कुछ पूरा किया, और इसके बाद यीशु अपना प्राण को त्याग दिया। അങ്ങനെ പറഞ്ഞിട്ട് തന്റെ ആത്മാവിനെ പിതാവിങ്കൽ വരമേൽപ്പിച്ചു. ഓ വാട്ട് എ ഗ്രേറ്റ് ലൈഫ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോസേഫിനെ പോലെ നമുക്കും പറയാം, കർത്താവേ, I started well, I stayed on the course and I finished well. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെയും സ്റ്റോറി. कितना महान एक कैसा महान एक मृत्यु है यीशु मसीह का मृत्यु। हमारा जीवन का जो है कहानी भी इस प्रकार होना चाहिए, प्रभु से कहना चाहिए प्रभु मेरा शुरू और प्रभु मेरा जिंदगी का अंत भी बहुत अच्छा होना है प्रभु। ये दुआ आज हम प्रभु से कहे। ഇന്ന് രാത്രി കാലം ഞാനിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയാൻ, കർത്താവേ, Lord help me to finish well, Lord. എനിക്ക് ദിവസങ്ങൾ എന്നെ നോട്ടമോടുവാൻ, നല്ല പോർ പൊരുതുവാൻ, വിശ്വാസം കാക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് अनुग्रहिकुमारागते। तो हम लोग जो है दुआ के साथ मेरे अंत करना चाहते हैं कि प्रभु मेरा दौड़ जो है अच्छा से दौड़ने के लिए और मेरा जो है कुश्ती अच्छा से लड़ने के लिए और विश्वास योग्यता के साथ जो है आपका इच्छा को पूरा करते हुए और आप जो है मेरे ऊपर में दिया हुआ हर एक जिम्मेदारी और हर एक जो है योजना को पूरा करते हुए एक दौड़ कर एक अच्छा एक अंत जो है मुझे मिलने के लिए प्रभु मुझे सहायता करे और इस वचन के द्वारा परमेश्वर हमें आशीष करे। हालेलुया। आइए हमारा आंखों को